നമസ്കാരം, മീഡിയ ഡയറിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഒരു കാലത്ത് സമൃദ്ധിയായി വളർന്ന ഒരു ചെടിയാണ് തഴപ്പായ്ക്ക് ഉപയോഗിച്ചിരുന്ന തഴയോല. ചില സ്ഥലങ്ങൾ ഇതിനെ കൈതയോല എന്നും പറയാറുണ്ട്. 80കളുടെ കാലഘട്ടത്തിലാണ് ഗൾഫിൻ്റെ സ്വാധീനം കേരളത്തിൽ ഏറെ വർദ്ധിച്ചു വന്നത്. ഈ കാലഘട്ടത്തിന് മുമ്പ് തീരദേശത്തുള്ള ഏറെ വീടുകളിലും ഈ കൈത ഓല കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വിറ്റിരുന്നു. വലിയ ഒരു ഉപജീവന മാർഗവും ഇത് തന്നെയായിരുന്നു. വളരെ കഷ്ടപ്പെടുന്നവരുടെ മാത്രമല്ല, മിഡിൽ ക്ലാസിൻ്റെയും അന്നത്തെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം ഈ തഴയോല കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു. ഇന്നും ഇത് ചിലയിടങ്ങളിൽ സജീവമായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കാണുന്ന അത്യാധുനിക കിടപ്പ് സൗകര്യങ്ങൾ, ബെഡുകളൊക്കെ വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത് പലതരത്തിലുള്ള പായകളായിരുന്നു. അത് ഒരു വലിയ കരകൗശലം തന്നെയായിരുന്നു എന്നത് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും. പിൽക്കാലത്ത് അവ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഠിനമായ അധ്വാനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിലൊന്ന് ഇത് പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ്. ഇരുവശവും മുള്ളുകളുള്ള ഒരു തരം ഓലയാണ് ഈ ചെടിയിലുള്ളത്. അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ കൈകൾ മുറിയാനും പൊട്ടാനും വേദനിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പരിധിവരെയും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ് ഇതിന് ഡിമാൻഡ് കൂടുതൽ ഉള്ളത്. ഇപ്പോൾ പല കമ്പനികളും ബ്രാൻഡഡ് ആയിട്ട് തന്നെ ഈ സാധനം മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. അത് വിവിധ തരത്തിലുള്ള പായകൾ, മെത്തപ്പായി എന്നും പല പേരുകളിലുമാണ് ഇത് അറിയപ്പെടുന്നത്. അത് തന്നെ ബ്രാൻഡ് തന്നെ ആയിട്ട്, അതായത് അവരുടെ കമ്പനിയുടെ മുദ്ര കുത്തിയിട്ട് ഇന്ന് വിപണിയിൽ ഇറക്കുന്നുണ്ട്. വിവിധ വികസിത രാജ്യങ്ങളിൽ പോലും ഇതിന് വലിയ ഡിമാൻഡുണ്ട്. അതുമാത്രമല്ല കേട്ടോ, പായ് മാത്രമല്ല, പണ്ടുകാലങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ സൂക്ഷിക്കാൻ വട്ടിയായും അതുപോലെ കൂടയായും ഒക്കെ ഇതുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു കാലത്ത് സുപരിചിതമായിരുന്നു. നമ്മുടെ സൗകര്യങ്ങളും അതുപോലെ തന്നെ തിരക്കും വർദ്ധിച്ചതോടു കൂടിയിട്ട് ഈ ഉൽപ്പന്നം നമ്മുടെ വിപണിയിൽ നിന്ന് തന്നെ എന്നേക്കുമായി മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അതും ഇന്ന് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ വലിയ തോതിൽ ഇത് കയറ്റുമതി ചെയ്യുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് കൈതയോലക്കൂട്ടം. എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അത് ഷൂട്ട് ചെയ്തു. പുതിയ തലമുറക്ക് ഒരു അറിവും കൂടിയാകുമല്ലോ. കൈതോലകൾ വളരുന്നത് ഇത്തരം പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ടൂറിസത്തോടൊപ്പം വൻ വ്യവസായമായിട്ടും വ്യവസായ അടിസ്ഥാനത്തിൽ വളർത്താനും കഴിയുന്ന ഒന്നാണ്.